എന്തോന്ന് ഇത് ചൊറിഞ്ഞോണ്ടിരിക്കാം. ഈ ഓലമണല ശല്യം ഞാൻ ഒഴിവാക്കി തരാം. എന്താടാ ഓലമടലിൽ എന്തായാലും മറ്റളവോ? കോശ എന്റെ പൊന്നും കോശ, കഴിഞ്ഞ ആഴ്ചത്തെ കണക്ക് ഞമ്മൾ ഒന്ന് കഴിച്ചിട്ടായിരുന്നു. എടാ കുഞ്ഞു മുഹമ്മദേ, കഞ്ഞി എന്തേ അല്പസ്വല്പാണെങ്കിൽ സാരില്ലായിരുന്നു. ഇത് രൂപ 85,000 അല്ലേ? എന്നാ അതിന്റെ അർത്ഥം 85,000 രൂപ നീ പോക്കറ്റിലാക്കിന്നല്ലേ അല്ലേ? ഇങ്ങോട്ട് നോക്കടാ. ആ തന്നെ, അതിന്റെ പോക്കറ്റിലായി പോയതാ. എന്റെ ദൈവമേ, ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്. എന്താണ് പറയണ്ട. എന്താണ് കോശ? നിങ്ങൾ നമ്മൾ ഒന്നല്ലേ, പിന്നെ എന്തിനാ ഈ ഒളിച്ചു നോക്കണേ? എന്തിനാ ഈ സങ്കടം? എനിക്ക് അതിന്റെ പകുതി എനിക്ക് കിട്ടണം. അല്ലാ, അസല് ബിത്താണ് മോനെ. അല്ലെ അന്റെ പോരല്ലേ ഇമ്മാതിരി ബിത്ത് ഞമ്മക്ക് കിട്ടാണ്. വേറെ ഇല്ലേ? ഇല്ല. ഉമ്മക്കാരൻ കരളേ എന്റെ കരളിൽ അല്ല, ജോലിയൊന്നും ചെയ്യാതെ ഇവിടെ കുത്തിയിരിക്ക. ആര് പറഞ്ഞു ജോലി ചെയ്തില്ലാന്ന്? ജോലി ചെയ്തിട്ട് തന്നെ ഇരിക്കുന്നത്. വെക്കാതെ ഒരു ബീഡിങ്ങ. അതെ, അവനെവിടെ? ഇവിടെ അരേടി രമേശല്ലേ? അവര് ദേഹം ഇളകാതെ ജോലി ചെയ്തപ്പോ ദേഹം മുഴുവൻ വേദന. ആ ഇളകാതെ ചെയ്തിട്ട് ആ വേദന. എനിക്കും വേദന ഇല്ലാതില്ല. പക്ഷെ സ്വത്തുക്കൾ കിട്ടുന്നതുവരെ ഞാൻ ജോലി ചെയ്യും. കിട്ടും, ഇപ്പൊ തന്നെ കിട്ടും കേട്ടാ. നിങ്ങൾ ആയുഷ്കാലം മുഴുവൻ ജോലി ചെയ്താലും സ്വത്തിന്റെ തരി പോലും കിട്ടാൻ പോകുന്നില്ല. ഇത്ര മണ്ടനായി പോയല്ലോ നീ. ആ 3 ചെകുത്തന്മാരും കൂടെ ചേർന്ന് ഈ കോഴിശ്ശേരി തറവാട് കുളം തോണ്ടും. തീർച്ചയാ. നീ ഒന്ന് പോടാ, അതൊക്കെ നിന്റെ തോന്നല. എന്നോട് അവർക്കെല്ലാം എന്ത് സ്നേഹമാണെന്നോ, പ്രത്യേകിച്ച് ഇക്കാക്ക്. ഞാനിപ്പോ പൊയ്ക്കേ കാണും. ചെല്ല്, അങ്ങോട്ട് ചെല്ല്. ഇപ്പൊ എടുത്തേക്ക് തരും. നീ ആ ഗതാഗതത്തിനെ വിട്ടിട്ട് ആ ധനകാര്യത്തിനെ പിടിക്കാൻ നോക്ക്, വല്ലതും നടക്കും. നീ വെറുതെ അധ്വാനിക്കുന്ന ജനവിഭാഗത്ത് നിരുത്സാഹപ്പെടുത്തരുത്. എനിക്കിവിടെ പണിയുണ്ട്, നീ പോവാൻ നോക്ക്. അയ്യാ, അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗം. പോടെ പോടെ, ഞാൻ പോവാ. യുവന്മാര് ഇക്കണക്കിന് അമ്മാവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അയൽവക്കത്തെ കൂലിപ്പണി വരെ ചെയ്തേക്കും. ചെയ്യും. ആ നാരായണുള്ള കാര്യസ്ഥനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. പറഞ്ഞ പോലെ അയാൾ ഇവിടെ പോയി കിടക്കുന്നത്. എന്തെങ്കിലും ആട്ടെ, നമുക്ക് നമ്മുടെ പണി നോക്കാം. അതെ പോണോ. അത് ശരി, ദുഷ്ടൻ മൂക്കറ്റം കുടിച്ചിട്ട് കിടക്കയാ. എഴുന്നേക്കടാ. എഴുന്നേൽക്ക. വലിയ ശല്യമായല്ലോ. അതെ, ശല്യം തന്നെയാ. എന്തൊരു കഷ്ടം. ഓ, അപ്പൊ ഞാൻ നിനക്കൊരു ശല്യമായല്ലേ? എന്നാ ഒരു കാര്യം കേട്ടോ, നമ്മുടെ ഓമനെ കണ്ടപ്പോ അവൻ പറയാ ആ 2 ചെറുത്താന്മാരെ പറ്റി. അവരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. നമ്മളത്ര മണ്ടന്മാരൊന്നും അല്ലല്ലോ. സമയം വരട്ടെ, നമുക്ക് കാണിച്ചു കൊടുക്കാം. മണ്ടന്മാരല്ലായിരുന്നാ നിങ്ങൾക്ക് കൊള്ളാം. ഇവനോട് ഞാൻ എന്താ പറയാ? പണ്ടാരങ്ങാനൊരു കുടി. നോക്കിയേ, വല്ല ചെകുത്താന്മാരുടെയും വർത്തമാനവും കേട്ടോണ്ട് 24 മണിക്കൂറും പറമ്പ് കിടച്ചോണ്ട് ഇറങ്ങാനുണ്ടല്ലോ, സ്വത്താമ്പല്ലരെ കൊണ്ടുപോകും. നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞോണ്ട് വരുന്നത്? നിന്റെ ഈ ഒടുക്കത്തെ കുടി ഒന്ന് നിർത്താമോ? പിന്നെ ഇത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട സ്വത്താ. ഇത് മറ്റുള്ളവരുടെ കയ്യിൽ പോകാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാ. ആ തന്നെ. ഓ, നീ ധൈര്യമായിട്ട് എന്ന് ചോദിക്കും, ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലേ? നീ ചെല്ലടേ, ചോദിക്കാം. അതെ, ഇല്ല, നീ ചോദിക്ക, നീ ചോദിക്ക. അല്ല, അതെ, കുറെ ദിവസമായി ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. എന്താ കാര്യം? ഇല്ല, ഇവനാണ് ചോദിക്കണമെന്ന് പറഞ്ഞത്. അതെ, ഞാൻ വേറൊന്നുമല്ല. പിന്നെ ഈ ഞങ്ങൾക്ക് കഞ്ഞിയും ചമ്മന്തിയും തരണമെന്ന് ആരാ പറഞ്ഞേ? അത് എന്തോന്നത്? ഉത്തരം പറയാനില്ലായിരിക്കും അല്ലേ? ഞാൻ എന്ത് പറയാനാ? ഈ പാവം വേലക്കാരിയെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ അലട്ടുന്നു? അലട്ടലോ? കോഴിശ്ശേരി തറവാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന സ്വത്തുക്കളുടെ അനന്തര അവകാശികളാണ് ഞങ്ങള്. ആരാ ഇത് ചെയ്യിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ മതിയാവും. അതെ, അത് കുറുപ്പദ്ദേഹം പറഞ്ഞിട്ടാ. ലൈലേ,
കള്ളം പറയല്ലേ, അമ്മാവൻ അങ്ങനെ പറയില്ലെന്ന് ഞങ്ങൾക്കറിയാം. വേണ്ടടാ, വിട്ടേര്, നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. നീ വാ. ഗുഡ് മോർണിംഗ് ഇക്ക. വെരി വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് വണ്ടി? സ്റ്റൈലായിട്ടുണ്ടല്ലേ? എന്റെ മോനെ രാകേഷ്, നീ വെറുതെ സോപ്പിടല്ലേ. പറയാനുള്ള എന്താ വെച്ചാ നേരെ ചോവ് പറയും, ഇങ്ങനെ വളച്ചോടിച്ചണ്ട കേട്ടാ. എന്നാ നേരെ ജോവിനെ പറയാം. സ്വത്തുക്കൾ കിട്ടുമെന്നും പറഞ്ഞ് എന്നെ രമേശനും കൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ജോലി എടുപ്പിച്ചില്ലേ? എന്നിട്ട് ശരിക്കുള്ള ആഹാരം പോലും ഞങ്ങൾക്ക് തരുന്നില്ല. അതെന്താ മോനെ അങ്ങനെ? നിങ്ങൾക്കെല്ലാം ഇക്കാണ്ട സ്വത്തൊക്കെ പിന്നെ ആർക്കാണ്? സ്വത്തിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, ആദ്യം ആഹാരത്തിന്റെ കാര്യം ആവട്ടെ. അല്ല, അതവിടെ ഇരിക്കട്ടെ. ഈ ആകാരത്തിന് എന്താ ഒരു കുഴപ്പം? ഇപ്പൊ ഞങ്ങൾക്ക് കഞ്ഞിയും ചമ്മന്തിയാ പതിവായി തരുന്നത്. ഈ കാര്യം ഞങ്ങൾ ലൈലയോട് പറഞ്ഞതുമാണ്. ലൈലയോട് എന്താ പറഞ്ഞേ? അത് പറയട്ടെ, അവിടെ പറയട്ടെ. അല്ല, ഈ കഞ്ഞിയും ചമ്പന്തിന്റെയും കാര്യം പറയാണ്. അത്രേ ഉള്ളൂ രാകേഷ്. അതേ കോശിച്ചായ. ഈ പണി എടുപ്പിച്ചതും ആഹാരത്തിന് വേണ്ടി ബഡ്ജറ്റ് വെട്ടിക്കുറച്ചതും ഒക്കെ ഞാനാ. ഇതറിഞ്ഞപ്പോ കുറുപ്പ് അദ്ദേഹത്തിന് എന്ത് സന്തോഷായിരുന്നോ. നേരാണോ കോശിച്ചായ? പിന്നെ സ്വത്തുക്കള് മുഴുവനും രാകേഷിനും രമേശനും എഴുതി കൊടുക്കാൻ പോവുകയാണെന്ന് കുറുപ്പത്തിയ ഞമ്മളെ വിളിച്ച് പറഞ്ഞു. സത്യം? കള്ളത്തരോ? ഇങ്ങോട്ട് നമുക്ക് കള്ളത്തരം പറയേണ്ട ആവശ്യമുണ്ടോ? മോനെ, ഞമ്മൾ ഇങ്ങളൊരു ബൈക്ക് ആക്കി തരാം. ആ കാര്യം ഞങ്ങളെ ഏറ്റു. ആ, താഴെ വന്നേ. എന്തിനാ തല്ലേ? കൊല്ലും ഞാൻ ആ പന്നീനെ. ലൈലയ്ക്ക് എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് പറഞ്ഞ അമ്മാവ എന്നെ വഴക്കു പറയോ? ഇല്ല, ധൈര്യമായി പറഞ്ഞു. കോശിച്ചായനെയും കുഞ്ഞുമുഹമ്മദിനെയും പറ്റിയാ. അവനെ പറ്റിയോ? എന്താ? അത് രമേഷിനും രാകേഷിനും കഞ്ഞിയും ചമ്മന്തി അല്ലാതെ വേറൊന്നും കൊടുക്കരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഓ, അത്രേ ഉള്ളോ? ഞാൻ വേറെന്തൊക്കെയോ വിചാരിച്ചു. നീ പറഞ്ഞത് ശുദ്ധം നുണയാ. കോശിയും കുഞ്ഞുമുഹമ്മദും എന്നോട് പറഞ്ഞത് പിള്ളേർക്ക് കഞ്ഞിയും ചമ്മന്തിയുമാണ് ഇഷ്ടം എന്നാണല്ലോ. അല്ലമ്മാവ, അവന്മാര് മനഃപൂർവ്വം ആ പിള്ളേരെ കഞ്ഞിയും ചമ്മന്തിയും തീറ്റിക്കുക. നീ വെറുതെ അവരെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരിക്കലുമില്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. അങ്ങത് വിശ്വസിക്കണം. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും, അടുക്കളയിൽ ചെന്ന് എനിക്കും കുറെ കഞ്ഞിയും ചമ്മന്തിയും എടുത്തോണ്ടു. ഞാൻ ഇപ്പൊ പറയുമ്പോ അമ്മാവന് തമാശ, ഒടുവിൽ അറിയും. ദേവോ മൃദേവോ മൃഡകാ സ്വാഹാ സ്വാമി ഗുരുവായൂരപ്പ സ്വാമി സ്വാമി സ്വാമി. ഓം സ്വാമി സ്വർണം സ്വർണേശ്വരായ നമഃ. സ്വാമി പ്രതികടയും സ്വാമി ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ. സ്വാമി ഭഗവാനെ പ്രതികടയും സ്തുണീം പ്രീം സ്തുതരീം സുവർണക്ഷേത്രീം പ്രതികടയും സംസുനാഹിം. സ്വാമി ഭഗവാനെ